ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഈ സ്ലൈഡിൽ. ആദ്യമേ ഡേറ്റ സയൻസ് എന്താണെന്ന് നമ്മൾ അറിയും. പിന്നെ ബിഗ് ഡേറ്റ ടെക്നോളജീസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ കോവിഡിന്റെ സമയത്ത് ഡേറ്റ സയന്റിസ്റ്റുമാർ അല്ലെങ്കിൽ ഡേറ്റ സയൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, ആ കാര്യങ്ങൾ നമ്മൾ അറിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ സയൻസും എയും അല്ലേ, അത് തമ്മിൽ എന്താണ് ഒരു റിലേഷൻ ഉള്ളത്, അത് നമ്മൾ നോക്കും. പിന്നെ നമുക്ക് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, NLP, ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ സയൻസിന്റെ ആപ്ലിക്കേഷൻസ്, എയുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ. പിന്നെ പൈത്തൺ എന്തിനാണ് നമ്മൾ ഡേറ്റ സയൻസ് കൂടെ പഠിക്കുന്നത്, ആ കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതായിരിക്കും ഇല്ലേ, എന്തിനാണ് പൈത്തൺ നമ്മൾ ഡേറ്റ സയൻസിന്റെ കൂടെ പഠിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ ജോബ് മാർക്കറ്റ്സ്, അതായത് ഡേറ്റ സയൻസിൽ നമ്മളൊരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, എയിൽ നമ്മളൊരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ കരിയർ എന്നുള്ളത്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ജോബ്സും കാര്യങ്ങളും, കമ്മിങ് ഇയേഴ്സിലെയും ട്രെൻഡിങ് ജോബ്സും കാര്യങ്ങളും ഒക്കെ എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈല് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ ആവശ്യകത, അതൊക്കെ നമ്മൾ കമ്മിങ് സ്ലൈഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എന്ന് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ്, അല്ലെങ്കിൽ ഡേറ്റ സയൻസ് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് തന്നെ നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് ഹ്യൂമൻ ബീങ്സിന് എന്താണുള്ളത്, ഒരു ഇന്റലിജൻസ് ഉണ്ട്. ആ ഒരു ഇന്റലിജൻസ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ തിങ്ക് ചെയ്യുന്നത്. നമ്മൾ തിങ്ക് ചെയ്യുന്നതിന്റെ ബേസിസിലല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഇന്റലിജൻസ് യൂസ് ചെയ്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ തിങ്ക് ചെയ്യും, അതിന്റെ ബേസിസിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പെർഫോം ചെയ്യും ഇല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഒരു മെഷീനിന് നമ്മൾ ഒരു ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്തിനാണ് നമ്മൾ മെഷീനിന് ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ആ മെഷീനെ കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പെർഫോം ചെയ്യണം, കുറെ ടാസ്ക് പെർഫോം ചെയ്യണം. അപ്പൊ ആ ഒരു ടാസ്ക് ആ മെഷീൻ നമുക്ക് പെർഫോം ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഇന്റലിജൻസ് വേണം, വേണ്ടേ? എന്നാലല്ലേ അതൊരു നല്ല ഔട്ട്പുട്ട് നമുക്ക് തരുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, അതൊരു ലോജിക്കും ഇല്ലാതെ ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണോ? അല്ല. അപ്പൊ എന്താണ്, ഒരു മെഷീനിന് നമ്മൾ ഒരു ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെഷീൻ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യും. അതിന്റെ ഇന്റലിജൻസ് യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ആ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ആ മെഷീൻ ലേൺ ചെയ്യും. എന്നിട്ട് നമുക്ക് നല്ലൊരു ലോജിക് ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഹ്യൂമൻ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, സിമിലർലി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീനിന് ഒരു ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന കുറച്ച് എക്സാമ്പിൾസ് പറയാമോ? നമ്മളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, സ്മാർട്ട് ഫോൺസ് ഉണ്ട് അല്ലേ. അവിടെ എന്താണ്, നമ്മളെല്ലാവരും ഗൂഗിൾ യൂസ് ചെയ്യുന്നവരാണ്. നമുക്ക് ഫോണിലൊക്കെ എന്തുണ്ട്, ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ട് എല്ലാവരുടെയും ഫോണിൽ അല്ലേ. ഇപ്പൊ സപ്പോസ് ഐഫോൺ ആണെങ്കിൽ സിറി ഉണ്ട്. പിന്നെ നമ്മൾ സിമിലർ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ആമസോണിന്റെ അലക്സ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അവിടേക്ക് എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊരു ഗൂഗിൾ അസിസ്റ്റന്റ് എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ ആ ഗൂഗിൾ അസിസ്റ്റന്റിനോട് പറയുമ്പോൾ അത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ടാസ്ക് നമുക്ക് പെർഫോം ചെയ്ത് തരുന്നത്? അതിന്റെ അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് ലോജിക്കലി നമുക്കൊരു ടാസ്ക് പെർഫോം ചെയ്ത് തരുന്നു. അപ്പൊ എന്താണ്, ഇതൊക്കെ എയുടെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന വേറൊരു ആപ്ലിക്കേഷൻ, ഇപ്പം സെൽഫ് ഡ്രൈവിംഗ് കാർസ് ഒക്കെ ഉണ്ട് അല്ലെ. ഒരുപാട് നമ്മളിപ്പം കേൾക്കുന്ന കാര്യമാണ് സെൽഫ് ഡ്രൈവിംഗ് കാർസിന്റെ കാര്യമൊക്കെ. ഇപ്പൊ ആ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന് എന്ത് വേണം, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണ്ടേ? വേണം. ഒരു ഡ്രൈവറിന് എന്തൊക്കെ സ്കിൽസ് ആണോ വേണ്ടത്, ആ സിമിലർ സ്കിൽസ് ആ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ, ആ ഒരു മെഷീന് വേണം. എന്നാലല്ലേ ഒരു പെഡസ്ട്രിയൻ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെഷീൻ ആ കാറിന് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സിഗ്നൽസ് ഒക്കെ ഫോളോ ചെയ്യണമെങ്കിൽ അതിനൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണം. അത് സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ തിങ്ക് ചെയ്താൽ മാത്രമേ ആ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ കൊണ്ട് ഒരു മീനിങ് ഉള്ളൂ അല്ലേ. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും ഒരു ലോജിക്കും ഇല്ലാതെ. അപ്പൊ എന്താണ്, ആക്സിഡൻസും കാര്യങ്ങളും ഒക്കെ കൂടും. അപ്പൊ എന്താണ്,
ഒരു AI നമ്മൾ അതിന് ഇമ്പാർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ. അപ്പൊ എന്താണ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ് AIയുടെ എക്സാമ്പിൾസ് ആണ്. പിന്നെ നമ്മൾക്ക് പ്രൊഡക്ഷൻ, ഇപ്പൊ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെ നമ്മളുടെ പ്രൊഡക്ഷൻ എന്താ ഓരോരോ ഇതിന്റെ ആ കൺസേൺഡ് പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാർട്ട് ചെയ്തിട്ടുള്ള മെഷീൻസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പൊ എന്താണ്, റോബോട്ടിക് ഹാൻഡ്സ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ എയുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇത് ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗൂഗിൾ അസിസ്റ്റന്റ്, സിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, സെൽഫ് ഡ്രൈവിംഗ് കാർസിന്റെ, പിന്നെ ദേ ഇതുപോലെ ഏറ്റവും താഴത്തെ ഇമേജ് കണ്ടോ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലെ ഒരു AI ബേസ്ഡ് ഒരു മെഷീൻ ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്താണ്, ഇവിടെ നോക്കിക്കേ, ഡേറ്റ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഡേറ്റയാണ് AIയുടെ ബേസ് എന്ന് പറയുന്നത്. വിതൗട്ട് ഡേറ്റ AI കനോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. ഡേറ്റ ഇല്ലെങ്കിൽ AI യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ മീനിങ് എന്താണ്, എങ്ങനെയാണ് ഈ ഡേറ്റ എന്ന് പറയുന്നത് AIയുടെ? ഡേറ്റയും AIയും തമ്മിൽ, ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫാക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫോർമേഷൻ ആകാം കേട്ടോ, അല്ലാതെ ഇപ്പൊ ടാബുലാർ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. ഇത് ഒരു സ്റ്റുഡൻസിന്റെ ഡേറ്റയാണ്. അവിടെ സ്റ്റുഡന്റിന്റെ നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിമും ഫസ്റ്റ് നെയിമും ഉണ്ട്, ഏജ് ഉണ്ട്, റാങ്ക് ഉണ്ട്, പിന്നെ എന്താണ് മേജർ സബ്ജക്ട് യൂസ് ചെയ്തതെന്നുണ്ട്, പിന്നെ ജെൻഡർ, പിന്നെ എന്താണ് ഗ്രേഡ് പോയിന്റ്, ആ സ്റ്റുഡന്റിന്റെ ഫോട്ടോ. ഇതൊരു സ്റ്റുഡന്റിന്റെ ഡേറ്റയാണ്. ഇങ്ങനെ തന്നെ ഡേറ്റ വരണമെന്നുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. ഡേറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? ടെക്സ്റ്റ് ആകാം, ഇമേജസ് ആകാം, ഓഡിയോ ആകാം, വീഡിയോ ആകാം, അങ്ങനെ എന്തും ആകാം ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇതിപ്പോ ഒരു ഡേറ്റയുടെ ഒരു എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. ഈ ഡേറ്റയെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡേറ്റ അനാലിസിസ് ഞാൻ ആദ്യമേ പറഞ്ഞാണ് അല്ലേ. അനലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡേറ്റയ്ക്കകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്നു. ഇപ്പൊ സപ്പോസ് ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മേജർ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആരൊക്കെയാണ്, ഫീമെയിൽ സ്റ്റുഡൻസ് എത്രയുണ്ട്, മെയിൽ സ്റ്റുഡൻസ് എത്രയുണ്ട്, ആ കാര്യങ്ങളൊക്കെ എന്താണ് ഡേറ്റ അനാലിസിസ് ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെ നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കിട്ടുന്ന ഒരു ഡേറ്റ നമ്മൾ എന്താണ്, ഡേറ്റ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഡേറ്റ സ്റ്റോർ ചെയ്യണം, ഡേറ്റ അനലൈസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഡേറ്റ ബേസസിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഡേറ്റ പ്രോസസ്സിങ് ചെയ്യുന്നതും നമ്മൾ ഡേറ്റ ബേസസിലാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കേ, ഡേറ്റ ബേസസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് എന്ത്, MySQL, Oracle, MongoDB ഒക്കെ കേട്ടോ. SQL എന്നുള്ളത് ഞാൻ ആദ്യമേ കോഴ്സസിന്റെ കാര്യം പറഞ്ഞപ്പോൾ SQL എന്ന് പറഞ്ഞല്ലേ. ആ SQL എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. പക്ഷെ MySQL എന്താണ്, MySQL എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ആണ്. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ലാംഗ്വേജ് അതൊരു ലാംഗ്വേജ് ആണ്, നമ്മൾ പഠിക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ് SQL. ഇത് ഡേറ്റാബേസ് ആണ്, അതായത് ഡേറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഡേറ്റാബേസസ് എന്ന് പറയുന്നത്. ഇനി ഓൾറെഡി പറഞ്ഞ കാര്യമാണ് എന്ത്, ഡേറ്റ എന്ന് പറയുന്നത് AIയുടെ ബേസ് ആയിട്ട് വരുമെന്ന്. അതെങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഓൾറെഡി ഞാനിപ്പോ ഫേസ് റെക്കഗ്നിഷൻ, അറ്റൻഡൻസ് സിസ്റ്റം ഒക്കെ പറഞ്ഞല്ലേ. അവിടെ ഇപ്പൊ ഒരാൾ കയറി വരുന്നു, ആ എംപ്ലോയി കയറി വരുമ്പോൾ ആ ആളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ വെച്ചിട്ട് ആ ഒരു മെഷീനെ ട്രെയിൻ ചെയ്താലല്ലേ അതിന് എന്താ ആ ആള് ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ എന്ന് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ആ മെഷീനിന്. അപ്പൊ എന്താണ്, ഒരു ഡേറ്റ വെച്ചിട്ട്, അതായത് ഇവിടുത്തെ എംപ്ലോയീസിന്റെ ഡേറ്റ വെച്ചിട്ട് ആ മെഷീനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇവരൊക്കെയാണ് ഇവിടുത്തെ എംപ്ലോയീസ്. അപ്പൊ എന്താണ്, ആ ഡേറ്റ ഇല്ലാതെ ആ മെഷീൻ വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ് ഡേറ്റ എന്ന് പറയുന്നത് AIയുടെ ഫൗണ്ടേഷൻ ആണ് എന്ന് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത് ഡേറ്റയുടെ കാര്യമായിരുന്നു. ഈ സ്ലൈഡിൽ നോക്കിക്കേ, ബിഗ് ഡേറ്റ. അത് സാധാരണ ഡേറ്റ, നമ്മളുടെ നോർമൽ ഡേറ്റ, അതൊരു ഫിക്സഡ് വോളിയം ഒക്കെ കാണുള്ളൂ, വളരെ കുറച്ചൊക്കെ കാണുള്ളൂ. അത് നമുക്ക് ഡേറ്റ ബേസസിൽ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷേ ഒരു ബിഗ് ഡേറ്റ എന്ന് പറയുന്നതോ, ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹൈ വോളിയം, ഹൈ വെലോസിറ്റി ആൻഡ് ഹൈ വെറൈറ്റി ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. ഹൈ വോളിയം എന്ന് പറയുമ്പോൾ വളരെ കൂടുതൽ വേണം ഇല്ലേ. ഹൈ വെലോസിറ്റി എന്ന് പറയുമ്പോഴോ അതായത് ഒരു
മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ ഇങ്ങനെ ഡേറ്റ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കണം. പിന്നെ എന്താണ് ഹൈ വെറൈറ്റി എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഇമേജസ് ആകാം, അല്ലെങ്കിൽ വീഡിയോസ് ആകാം, ഓഡിയോസ് ആകാം, ടെക്സ്റ്റ് ഫയൽ ആകാം, അങ്ങനെയുള്ള എന്ത് ഫയൽസും ആകാം. അപ്പൊ പെർട്ടിക്കുലർ ഒരെണ്ണം ആയിരിക്കരുത്, ഇങ്ങനെ വെറൈറ്റി വേണം. ഇത് മൂന്നുമുള്ള ഇൻഫോർമേഷൻസിനെയാണ് എന്ത് പറയുന്നത്, ബിഗ് ഡേറ്റ. ആ വേടിയിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. ഒരുപാട്, അതിനൊരു ലിമിറ്റ് ഇല്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഒന്ന് പറയാമോ? നമ്മളുടെ സോഷ്യൽ മീഡിയ അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലേ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം എടുത്തു. ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ആ ഫോട്ടോ ഞാൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് റിഫ്രഷ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഫോട്ടോ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ പോയി നോക്കണം? ഒരുപാട് താഴെ വന്ന് നോക്കണം അല്ലേ. കാരണം എന്താ, ഞാൻ റിഫ്രഷ് ചെയ്ത ആ ഒരു സെക്കൻഡിൽ ഒരുപാട് അപ്ലോഡ്സ് പുതിയതായിട്ട് വന്നു. അപ്പൊ അതൊക്കെ അതിന്റെ മുകളിൽ വരും. പിന്നെ എനിക്ക് നേരത്തെ കണ്ട എന്റെ ഫ്രണ്ടിന്റെ ഇമേജ് കാണണമെങ്കിൽ ഒരുപാട് താഴെ ചെന്ന് ഞാൻ നോക്കണം. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഒരു സെക്കൻഡിൽ അവിടെ ഒരുപാട് ഡേറ്റ വന്നു. അപ്പൊ എന്താണ്, സോഷ്യൽ മീഡിയ ക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നമ്മൾ പറഞ്ഞു, അതിനെന്തുണ്ട്, ഹൈ വെലോസിറ്റി ഉണ്ട് അല്ലേ. ഹൈ വോളിയം ഇല്ലേ. ഒരുപാട് യൂസേഴ്സ്, ബില്യൺസ് ഓഫ് യൂസേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഒരു ദിവസം എത്ര പോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ എണ്ണം അല്ല നമ്മൾ ഹൈ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. അവർ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഡേറ്റ. പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഡേറ്റ. ഇപ്പൊ വീഡിയോ ആകാം, ടെക്സ്റ്റ് ഫയൽ ആകാം, അല്ലെങ്കിൽ കമന്റ്സ് ആകാം, ഇമോജീസ് ആകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താ, ഹൈ വോളിയം വരുന്നുണ്ട് ഡേറ്റ ഇല്ലേ. അപ്പൊ ഹൈ വോളിയം വരുന്നുണ്ട്. ഹൈ വെലോസിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. വെറൈറ്റി ഉണ്ടല്ലോ. ടെക്സ്റ്റ്, വീഡിയോയോ, ഓഡിയോയോ, ഇമോജീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ്, ഹൈ വെറൈറ്റിയും ഉണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും സോഷ്യൽ മീഡിയയ്ക്ക് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ബിഗ് ഡേറ്റയുടെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ്, നമ്മൾ ഓർഡിനറി സാധാരണ ഡേറ്റയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് സ്റ്റോർ ചെയ്യുക, പ്രോസസ് ചെയ്യുക നമ്മൾ പറഞ്ഞു, അങ്ങനെ ചെയ്യണം. അപ്പൊ എന്താ, ഈ ബിഗ് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യുകയും വേണം, പ്രോസസ് ചെയ്യുകയും വേണം, വേണ്ടേ? എന്നാലല്ലേ ഇതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ബിഗ് ഡേറ്റ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ബിഗ് ഡേറ്റ ടെക്നോളജീസ് യൂസ് ചെയ്യാറുണ്ട്. നോക്കിയേ, നമ്മൾ 2 ബിഗ് ഡേറ്റ ടെക്നോളജീസ് ആണ് പഠിക്കുന്നത്. 2 ബിഗ് ഡേറ്റ ടെക്നോളജീസ് ആണ് ഉള്ളത്. അതായത് ബിഗ് ഡേറ്റ സ്റ്റോർ ചെയ്യുക, പ്രോസസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിഗ് ഡേറ്റ ടെക്നോളജീസ്. അതിൽ തന്നെ ആദ്യം നമ്മൾ പഠിക്കുന്ന ബിഗ് ഡേറ്റ ടെക്നോളജിയാണ് ബിഗ് ഡേറ്റ അനാലിസിസ്. രണ്ടാമത്തെ ബിഗ് ഡേറ്റ ടെക്നോളജിയാണ് ഡേറ്റ സയൻസ്. ഈ ബിഗ് ഡേറ്റ അനാലിസിസിലാണ് നമ്മൾ ബിഗ് ഡേറ്റ സ്റ്റോറിങ്ങും ബിഗ് ഡേറ്റ പ്രോസസ്സിങ്ങും വരുന്നത് ബിഗ് ഡേറ്റ അനാലിസിസിലാണ്. ആ ബിഗ് ഡേറ്റ സ്റ്റോറിങ്ങിനും പ്രോസസ്സിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഹഡൂബ്, സ്പാർക്ക് ഒക്കെ. കമ്മിങ് ടു ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസ് എന്ന് പറയുമ്പോഴോ, നമ്മൾ ഈ ബിഗ് ഡേറ്റ സ്റ്റോർ ചെയ്ത് പ്രോസസ്സിങ് ഇവിടെ കഴിയും അല്ലെ. ബിഗ് ഡേറ്റ അനാലിസിസിൽ പ്രോസസ് ചെയ്ത് നമുക്ക് റിസൾട്ട്സ് കിട്ടും. ആ റിസൾട്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. അതാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ആദ്യമേ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട്സ് എടുത്തിട്ട് ഒരു മെഷീനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നീട് പുതിയൊരു ഡേറ്റ കിട്ടിക്കഴിയുമ്പം ആ ഡേറ്റ നമ്മൾ ആ മെഷീനോട് അതിന്റെ ഔട്ട്പുട്ട്സ് പ്രഡിക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും ഇല്ലേ. സിമിലർ കാര്യമാണ്. അതായത് ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ നടത്തുന്നു. അതിനെയാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാമേ. നമ്മളുടെ കോവിഡിന്റെ ഡേറ്റ, അത് ബിഗ് ഡേറ്റ ആയിരുന്നോ? എങ്ങനെ നമുക്ക് പറയാൻ പറ്റും കോവിഡ് ഡേറ്റ ബിഗ് ഡേറ്റ ആയിരുന്നെന്ന്? ഹൈ വോളിയം വരുന്നുണ്ടോ? ഒരുപാട് പേർക്ക് കോവിഡ് വന്നല്ലേ. ഒരുപാട് പേർക്ക് സ്പ്രെഡിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു കോവിഡിന്. ഒരാളിൽ നിന്ന് 7 പേർക്ക് വരെ കോവിഡ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. ആ 7 പേരിൽ നിന്ന് പിന്നെ 7 ആകുമ്പോൾ 49 ആകും. പിന്നെ ആ 49 പേരിൽ നിന്ന് 7 പേരാകുമ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് സ്പ്രെഡ് ആയതാണ്. അപ്പൊ അതിന് സ്പ്രെഡിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്, അത് ഹൈ വെലോസിറ്റി ഉണ്ടല്ലോ, സ്പ്രെഡിങ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് കൂടിക്കൊണ്ടേയിരുന്നു. ഡേ ബൈ ഡേ ഒരുപാട് കൂടി. പിന്നെ ഹൈ വോളിയം ഉണ്ടായിരുന്നല്ലോ, എന്താണെങ്കിലും ഒരുപാട് പേർക്ക് വന്നു. വോളിയം നമ്മൾ മീൻ ചെയ്യുന്നത് ആൾക്കാരുടെ എണ്ണം അല്ല കേട്ടോ, നമ്മൾ അവരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് കോവിഡ് വന്നു, ആ ആളുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു. ആളുടെ പേര്, ആളുടെ ഐഡന്റിറ്റി കാർഡിന്റെ ഇമേജസ്, ആളുടെ റൂട്ട് മാപ്പ്, അതിനകത്ത് റൂട്ട് മാപ്പിനകത്ത് എന്തൊക്കെ വരും, CCTV വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെന്താണ്, ആളുടെ മെഡിക്കൽ ഡീറ്റെയിൽസ്, ഇപ്പം എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്തതിന്റെ ഡീറ്റെയിൽസ്, അതൊക്കെ വരും അല്ലേ.
അപ്പോൾ ഒരുപാട് ഒരാളുടെ തന്നെ ഇത്രത്തോളം ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് പേർക്ക് വന്നപ്പോൾ അത്രയും പേരുടെ ആയപ്പോൾ ആ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് കിട്ടി. അപ്പൊ ഹൈ വോളിയം ഉണ്ട്, പിന്നെ ഹൈ വെലോസിറ്റി ഉണ്ടല്ലോ, സ്പ്രെഡിങ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഹൈ വെലോസിറ്റി ഉണ്ട്, വെറൈറ്റി ഉണ്ടല്ലോ, വെറൈറ്റി ഉണ്ട്. കാരണം എന്താ, ഇപ്പം അതിനകത്തില് റൂട്ട് മാപ്പ് ആണെങ്കിൽ CCTV വിഷ്വൽസ് അതെന്ന് പറയുന്നത് വീഡിയോസ് ആണ്. പിന്നെന്താ ഐഡന്റിറ്റി കാർഡിന്റെ ഫോട്ടോസ് ഒക്കെ അത് ഇമേജസ് ആണ്. പിന്നെന്താണ് ടെക്സ്റ്റ് ഫയൽസ് കാണും, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ എന്താ അത് വെറൈറ്റിയും ഉണ്ട്. അപ്പം കോവിഡ് എന്ന് പറയുന്നത്, കോവിഡിന്റെ ഡേറ്റ ഒരു ബിഗ് ഡേറ്റ ആയിരുന്നു. ആ ബിഗ് ഡേറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് പ്രോസസ് ചെയ്തെന്ന് ഇമാജിൻ ചെയ്യുക. പിന്നെ അവിടെ ഡേറ്റ സയൻസ് എങ്ങനെയാണ് വരുന്നത്? ഇനിയും ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, കോവിഡ് വന്ന സമയത്തെ ഡേറ്റ ഉണ്ട്, അത് നമ്മൾ പ്രോസസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഈ കൊറോണ പോലെയുള്ള ഒരു ഡിസീസ്, ഒരു മഹാമാരി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം? ഇനി ഇങ്ങനെ ഒരു കൊറോണ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഇത് വരാൻ ഏറ്റവും ചാൻസ് ഉള്ളത്? അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർക്ക് ഇത്ര പേർക്ക് വന്നു കഴിഞ്ഞാൽ എത്ര മെഡിക്കൽ സ്റ്റാഫ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ഐസൊലേഷൻ ബെഡ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര മെഡിസിൻസ് വേണ്ടി വരും? ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പം ആ ഒരു ഐഡിയ ക്ലിയർ ആയി കാണും അല്ലേ? അതായത് ഇപ്പം കോവിഡിന്റെ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ബിഗ് ഡേറ്റ അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം കൊറോണ വന്നു, ഇപ്പം നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു, അത് ബിഗ് ഡേറ്റ അനാലിസിസ്. പക്ഷെ ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട്സ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തെ കാര്യങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പം കൊറോണയുടെ ടൈമിലെ കാര്യം തന്നെയാണ്. കൊറോണയുടെ ടൈമിൽ എങ്ങനെയാണ് ഡേറ്റ സയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. ആ കൊറോണയുടെ ടൈമിൽ നമ്മളുടെ ഡേറ്റ സയന്റിസ്റ്റുമാർ ഒരുപാട് മോഡൽസും കാര്യങ്ങളും ഒക്കെ ആ ഡേറ്റാസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വൈറസിന്റെ സ്പ്രെഡ്, എവിടെയൊക്കെയാണ് വൈറസ് സ്പ്രെഡ് ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഗവൺമെന്റിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ എന്താണ്, അതിന്റെ അനുസരിച്ച് ഗവൺമെന്റിനും ഒക്കെ ഒരു പ്ലാനിങ് നടത്താൻ പറ്റി. ഹോസ്പിറ്റൽസിനും ഒക്കെ എത്ര ബെഡ്സ് വേണം, എത്ര മെഡിസിൻസ് വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഡേറ്റ സയന്റിസ്റ്റുമാർ കുറെ ഗ്രാഫ്സും കാര്യങ്ങളും ഒക്കെ, ഇതുപോലെയൊക്കെയുള്ള ഗ്രാഫ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് പത്രത്തിലും ഒക്കെ കാണാമായിരുന്നു, ന്യൂസിലും ഒക്കെ കാണാമായിരുന്നില്ലേ? അതൊക്കെ ആരാണ് പ്രിപ്പയർ ചെയ്ത് തന്നത്? ഡേറ്റ സയന്റിസ്റ്റുമാരാണ് ആ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഗ്രാഫ്സ് ഒക്കെ നമുക്ക് തന്നത്. അതൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ പബ്ലിഷ് ആയിട്ട് വന്നു ഇല്ലേ? അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്നൊക്കെ? എവിടെയൊക്കെയാണ് കണ്ടെയ്ൻമെന്റ് സോൺസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെന്താണ്, ഒരുപാട് ആപ്ലിക്കേഷൻസ്, ആപ്സും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് തന്നു. ആരോഗ്യ സേതു പോലെയുള്ള ആപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് തന്നു. നമ്മളുടെ ഒരു COVID-19 പേഷ്യൻസിന്റെ ആ ഒരു മാനേജ്മെന്റ് ഒക്കെ അവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആക്കി തന്നല്ലേ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്ത്. പിന്നെ വാക്സിൻ ഡിസ്ട്രിബ്യൂഷന്റെ സമയത്ത് നമുക്കൊക്കെ ഘട്ടം ഘട്ടമായിട്ടല്ലേ വാക്സിൻ ഒക്കെ കിട്ടിയത്. ആദ്യമേ തന്നെ ഹയർ പ്രയോറിറ്റി ഉള്ള, അതായത് ഏജ്ഡ് പീപ്പിളിന് അവർക്കൊക്കെ അല്ലേ ആദ്യമേ വാക്സിൻ കിട്ടിയത്. അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ആരാണ് സജസ്റ്റ് ചെയ്തത്? ഡേറ്റ സയന്റിസ്റ്റുമാരാണ്. കാരണം എല്ലാവർക്കും വാക്സിൻ കിട്ടണം, അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഇത് സജസ്റ്റ് ചെയ്ത് കൊടുത്തതൊക്കെ ഡേറ്റ സയന്റിസ്റ്റുമാരാണ്. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഡേറ്റ സയൻസ് നമ്മളെ COVID-19 ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് AI-യും ഡേറ്റ സയൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്. നോക്കിക്കേ, ഡേറ്റ സയന്റിസ്റ്റ് യൂസ് AI ടെക്നിക്സ് ടു ഡെവലപ്പ് പ്രഡിക്റ്റീവ് മോഡൽസ് ആൻഡ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഡേറ്റ. അതായത് നമുക്ക് ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ട്സ് യൂസ് ചെയ്ത് ഫ്യൂച്ചർ കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യണം.